ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം, അതിൻ്റെ 9-ാം വാക്യം. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകിയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ദൈവം മനുഷ്യൻ്റെ ഭാഷയെ ചിഹ്നിപ്പിക്കുകയാണ്, പല ഭാഷകളാക്കുകയാണ്. ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരുടെ ഭാഷ വ്യത്യസ്തമാക്കുകയാണ്. കാരണം അവരെ ദൈവത്തിനെതിരായി, ദൈവമില്ലാതെ തങ്ങൾക്ക് ഒരു പേരുണ്ടാക്കാനായിട്ട് വലിയൊരു പട്ടണവും ഒന്നിച്ചു പാർക്കാനായിട്ട് വലിയൊരു ഗോപുരമൊക്കെ പണിയുകയാണ്. നമുക്കറിയാം, നോഹയുടെ കാലത്തെ ആ പ്രളയം കഴിഞ്ഞ് വീണ്ടും ജനങ്ങൾ വർദ്ധിച്ചു പെരുകി. പിന്നെയും അവർക്ക് അഹങ്കാരമായി, ദൈവത്തെ കൂടാതെ എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരായി. അപ്പം അങ്ങനെ അവർ പറയുകയാണ്, നമുക്കൊരു പേരുണ്ടാക്കണം. പലപ്പോഴും നമ്മുടെ ആ പൊങ്ങച്ചം, നമ്മുടെ ആ പേരുണ്ടാക്കാനാണ് ദൈവത്തെ കൂടാതെ നമുക്ക് എന്തും കഴിയുമെന്നൊരു ചിന്തയിലേക്ക് വന്നിട്ട് അവർ വലിയൊരു പട്ടണം പണിത് വലിയൊരു ഗോപുരം, ബാബേൽ ഗോപുരം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ അവരുടെ ഭാഷ ചിഹ്നിക്കുകയാണ്. അവരുടെ ആ ശ്രമം മുളയിലെ തന്നെ പാഴായിപ്പോയി. അതായത് മുളയിലെ ദൈവം നുള്ളി. ദൈവം അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ വ്യത്യസ്തമാക്കുകയാണ്. അതായത് ഇഷ്ടിക അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടിക കൊണ്ടുവരാൻ പറയുമ്പോൾ ഒരാൾ മണ്ണാണ് കൊണ്ടുവരുന്നത്, മണ്ണ് കൊണ്ടുവരാൻ പറയുമ്പോൾ ഇഷ്ടിക കൊണ്ടുവരും. പരസ്പരം ഒന്നും മനസ്സിലാവുന്നില്ല, പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതാണ് ബാബേലിൻ്റെ അവസ്ഥ, അത് ഭിന്നിപ്പിൻ്റെ അവസ്ഥ. എന്നിട്ട് അവർ പറയുകയാണ്, അവർ ചിതറിപ്പോയി, ഒരു കുടുംബം മൊത്തം ചിതറിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ പല ഭവനങ്ങളും ഈ ബാബേലിൻ്റെ അവസ്ഥയാണ്. അതായത് അപ്പൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല, അമ്മ പറയുന്നത് അപ്പന് മനസ്സിലാവുന്നില്ല, മക്കൾക്ക് തീരെ മനസ്സിലാവുന്നില്ല. മാതാപിതാക്കൾ ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോൾ അങ്ങോട്ടാവുന്നു, അവർക്കും അത് മനസ്സിലാവുന്നു. ഭിന്നിപ്പിൻ്റെ അനുഭവമാണ്. അവിടെ ഒരു ഭവനമെന്ന് പറയുന്നത് വീടും ഭവനവും തമ്മിൽ വ്യത്യാസം. വീടെന്ന് പറയുന്നത് വിട്ടുപോകേണ്ടതാണ്, അത് താൽക്കാലികമാണ്. എന്നാൽ ഭവനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭവനമായി അവിടെ സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, അലിവിൻ്റെ, പങ്കിടലിൻ്റെ ഒക്കെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഇതാണ് ഭവനം, ദിവ്യമായ ഭവനം എന്ന് പറയുന്നത്. അപ്പം ആ ഭവനത്തിൽ ഇങ്ങനെ ചിതറിച്ചു പോകുന്നൊരവസ്ഥ, ബാബേലിൻ്റെ അവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥ ഉണ്ടാകാനുള്ള ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് ദൈവത്തെ വിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. ദൈവമില്ലാത്ത ഒരവസ്ഥയിൽ നമുക്കിഷ്ടമുള്ളത് ഭവനത്തിലെ ഓരോരുത്തർ അവരുടെ ഇഷ്ടമുള്ളത് ചെയ്യുക, കുടുംബ പ്രാർത്ഥനയൊന്നുമില്ലാതെ ഒരവസ്ഥ. അവിടെ സാത്താൻ കയറി വസിക്കും, അവിടെ ഭിന്നിപ്പുണ്ടാകും, നമ്മുടെ ഭാഷ പരസ്പരം മനസ്സിലാക്കില്ല. ഒന്നാമത് ഈ കുടുംബത്തിലെ ഭിന്നിപ്പിന്, ഭവനത്തിലെ ഭിന്നിപ്പിന് പ്രധാന കാരണം പ്രാർത്ഥനയില്ലായ്മയാണ്. അത് അവിടെ ദൈവം വസിക്കുന്നില്ല എങ്കിൽ അവിടെ സാത്താൻ കയറി വസിക്കും. അപ്പോൾ ദൈവ ആരാധന, പ്രാർത്ഥനയില്ലാത്ത ഒരു കുടുംബമാണെങ്കിൽ അവിടെ ഭിന്നിപ്പ് തീർച്ചയായും ഉണ്ടാകും. അവിടെ പരസ്പരം ഒരു പൊരുത്തക്കേടും. രണ്ടാമത് ഈ പൊരുത്തക്കേടാണ്. അതായത് ഒരാൾ മറ്റൊരാൾക്ക് കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല, പൊരുത്തമില്ല, ഞാൻ പറയുന്നതിനോട് വേറൊരാൾ യോജിക്കുന്നില്ല, ഏകാഭിപ്രായമില്ല, ഏക മനസ്സില്ല. അപ്പോൾ ആ ഒരു അനുഭവം വരുമ്പോഴും ഈ കുടുംബത്തിൽ ഒരു ഭിന്നിപ്പിൻ്റെ അവസ്ഥ ഉണ്ടാകും. മൂന്നാമത് അവിശ്വസ്തതയും അവിഹിത ബന്ധങ്ങളുമാണ്. കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനെ അവിശ്വസിക്കുന്നു, ഭർത്താവ് ഭാര്യയെ അവിശ്വസിക്കുന്നു. ആ ബന്ധങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ഇത് കണ്ട വളരുന്നത്, കുഞ്ഞുങ്ങളിലേക്ക് പേർന്ന് അവിടെ മൊത്തത്തിൽ ഒരു പരസ്പര വിശ്വാസമില്ലായ്മയാകും. അതും ഈ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായ കെടുകാര്യസ്ഥതയാണ്. അതായത് ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ തൂത്തടിക്കുന്നു. ഓരോ കല്യാണത്തിന് പോകും ഭാര്യയ്ക്ക് സാരി വേണമെന്ന് പറയും, ഭർത്താവ് വെള്ളം അടിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വഴിക്ക് പോകുന്നു, മക്കൾ ഓരോ കാര്യം പറഞ്ഞ് പൈസ തരും. അപ്പം അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടായി വലിയ കടമൊക്കെ കയറി അങ്ങനെ ഒരു സാമ്പത്തിക പരാധീനത ആകുമ്പോൾ, സാമ്പത്തിക ബാധ്യമാകുമ്പോൾ അത് കുടുംബ പ്രശ്നത്തിൻ്റെ ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, പുതിയ ആ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ ബാബേലിൻ്റെ അവസ്ഥയിൽ നിന്ന്, ഒരു ഭിന്നിപ്പിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഭവനത്തെ ഒരു പെന്തിക്കോസ്തിയുടെ അനുഭവമാക്കണം. നമുക്കറിയാം, പെന്തിക്കോസ്തിയുടെ അനുഭവം ഒരുമിപ്പിൻ്റെ അനുഭവമാണ്. ബാബേലിലെ ഭിന്നിപ്പിൻ്റെ ആണെങ്കിൽ, ഭാഷ ചിതറിക്കുന്ന അനുഭവമാണെങ്കിൽ, പെന്തിക്കോസ്തായിൽ ഒരു ഒരുമിപ്പിൻ്റെ ഏകമനസ്സോടെ എല്ലാവരും എന്ന് പ്രാർത്ഥിക്കും. അവിടെ ദൈവം വസിക്കും, ആ കുടുംബത്തിൽ ദൈവം വസിക്കും. അപ്പം ഒരു ഒരുമിപ്പിൻ്റെ, ഒരുമിച്ചുള്ള ആരാധനയുള്ള ഒരു കുടുംബമായി മാറുമ്പം ആദ്യം അവിടെ ദൈവം വസിക്കും. അപ്പം എന്നിട്ട് അവിടെ ഒരു എന്താ പറയുക, എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാകുമ്പോൾ
പരസ്പരം അംഗീകരിക്കുന്ന ഒരു അനുഭവമാകുമ്പോൾ അവിടെ ഒരുമിപ്പിൻ്റെ ഒരേ ഭാഷയുടെ ഒരു അനുഭവം ഉണ്ടാകുകയാണ്. ഒരേ ഭാഷ പരസ്പരം മനസ്സിലാവുകയാണ്. ഒരേ ഭാഷ, ഈവൻ നമ്മുടെ ശരീരഭാഷ പോലും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. പെന്തിക്കോസ്തിൻ്റെ അനുഭവം അതാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ കുടുംബം ഭദ്രമാക്കാം എന്നുള്ളതിന് ഒന്നാമത്തെ കാര്യം ഈ പെന്തിക്കോസ്തിയുടെ അനുഭവമാക്കണം നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയുമ്പം ഒന്നാമത് ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാകും. രണ്ടാമത് ഈ മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കും. അതായത് വാക്കുകൾ വചനങ്ങളാകണം. പലപ്പോഴും നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല, ഒരു അംഗീകാരത്തിന് അല്ലെങ്കിൽ ഒരു ക്ഷമിക്കുന്നതിന് തയ്യാറാകത്തില്ല. കോപിഷ്ഠനായ ഒരു ഭർത്താവിന് മനഃപൂർവ്വം ഒരു ശാന്തതയുള്ള ഒരു ഭാര്യ ഉണ്ട്. അവിടെ ശാന്തതയാകണം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ശാന്ത വരുത്തണമെങ്കിൽ ആരെങ്കിലും ഒന്ന് ക്ഷമിച്ചു കൊടുത്തേ പറ്റും. അല്ലെങ്കിൽ അഹങ്കാരിയും അവിവേകമായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അവിടെ സൗമ്യനായ ഒരു ഭർത്താവാകണം. നമുക്കറിയാം, നമുക്കും ദേഷ്യമൊക്കെ വരും, അവിടെ സൗമ്യനാകണം. അതുപോലെ നമ്മൾ വാക്കുകൾ കുത്തുവാക്കുകളാണ്. ഒരു വാക്ക് കയ്യിൽ നിന്ന് പോയ കല്ലും വായിൽ നിന്ന് പോയ വാക്കും നമുക്ക് തിരിച്ചെടുക്കാനാവത്തില്ല. ഭയങ്കര മുറിവേൽപ്പിക്കും. ആ വാക്കുകളൊക്കെ ഈ വർഷങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ കിടക്കും. ഇങ്ങനെ താഴ്വാരത്തിലെ ഒരു അമ്പ് ഒരു വൃക്ഷത്തിലേക്ക് എയ്തു, എന്നിട്ട് ഇങ്ങനെ അതിൽ നിന്ന് കറ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ താഴ്വാരത്തിൽ അതിലേക്ക് പോയ ആൾക്കാർ തിരികെ വരുമ്പോഴും അമ്പ അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ അതിൽ നിന്ന് കറ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ വാക്കുകൾ. ഒരു അമ്പ് പോലെ എയ്തു കഴിഞ്ഞാൽ അതിൽ രക്തം മുറിവായിക്കൊണ്ടിരിക്കും. നമ്മുടെ വാക്കുകൾ ഒരാളെ വ്രണപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ മുറിപ്പെടുത്തുമ്പോൾ ആ വാക്കുകൾ വചനമാകണം. വചനം എന്താണെന്ന് നമുക്കറിയാം. സൗഖ്യമാക്കുന്നതാണ് വചനം, തിന്മകളെ ഒഴിവാക്കുന്നതാണ് വചനം, ക്ഷമിക്കുന്നതാണ് വചനം. അപ്പം വാക്കുകൾ വചനമാവണം. കുടുംബത്തിൽ ഒരാൾ ആരെങ്കിലും ദേഷ്യപ്പെടുകയോ ചെയ്യുമ്പോൾ അവിടെ ശാന്തയോടെ അതിനെ സംസാരിച്ച് മറുപടി കൊടുത്ത് ശാന്തത ഉണ്ടാക്കാൻ നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കണം. അപ്പോൾ വാക്കുകൾ വചനമാകണം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഈ ശാന്തത കുടുംബത്തിൽ ശാന്തത കൊണ്ടുവരുവാൻ കഴിയും. രണ്ടാമത് ഈ കുടുംബത്തിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈശ്വരൻ പറയുകയാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിൽ വലിയ സ്നേഹമില്ല. അതായത് നമുക്ക് ആർക്കും ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെങ്കിൽ നമുക്ക് അല്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഭാര്യയുടെ കൂടെ ഭർത്താവ് അല്പം നേരം ഇരിക്കുക, ഭർത്താവിൻ്റെ കൂടെ ഭാര്യ അല്പം നേരം ഇരിക്കുക. ക്ഷീണിച്ച് വരുന്ന ഒരു ഭർത്താവ്, അതായത് ആ ഭർത്താവ് ഇന്ന സമയത്ത് വരുമെന്ന് അറിയാം. ആ ഭർത്താവ് വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട്, തണുത്ത വെള്ളവുമായിട്ട് അന്ന് തണുപ്പിക്കാൻ, ക്ഷീണം മാറ്റാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു അല്പസമയം ചിലഴുക. അതുപോലെ അടുക്കളയിൽ മല്ലിടുന്ന ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ കൂടെ ഭർത്താവ് എന്ന് കുറച്ച് സമയം ചിലവഴിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യം വയ്ക്കുക. സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരെ ഇന്ന് സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുക. ക്ഷീണം ഉണ്ടായിരുന്നു, എന്ത് കഴിച്ചു എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് തിരിച്ച് അവരുടെ സ്കൂളിൽ ഏതെങ്കിലും അവരുടെ കലാപരിപാടിയൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ അല്പസമയം, അതായത് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ പരസ്പരം അല്പം സമയം മറ്റുള്ളവർക്ക് വേണ്ടി കണ്ടെത്തുവാൻ കഴിയുമ്പോൾ, ഞങ്ങളെ കരുതുന്നുണ്ടെന്നൊരു അനുഭവം വരുമ്പോൾ, എനിക്ക് വേണ്ടിയാണ് ഇത്രയും സമയം ചിലവഴിച്ച് വന്നല്ലോ, തിരക്കുണ്ടായിട്ട് വന്നല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ കുടുംബത്തെ നമുക്ക് ശാന്തമാക്കുവാൻ കഴിയും. അപ്പോൾ മൂന്നാമത് എന്ന് പറയുന്നത് ഒരു ദൈവികമായ സ്പർശനമാണ്. അതായത് ഈ സ്പർശനം ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവമ്പരാൻ പറയുകയാണ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ആ കുഞ്ഞുങ്ങളെ ചേർത്തണയ്ക്കുകയാണ്. യേശുവമ്പരാൻ തന്നെ കുഷ്ഠരോഗികളെ തൊട്ടു എന്ന് പറയുന്നുണ്ട്, അനേകരെ തൊട്ടു എന്ന് പറയുന്നത്. ആ സ്പർശനം എന്ന് പറയുന്നത്, അങ്ങനെ ആ സ്പർശനത്തിലൂടെ ആശ്വാസം കണ്ടെത്തി ഒരു സൗഖ്യം നേടുകയാണ്. നമ്മളൊക്കെ ഈ ക്ഷീണിച്ച് കൂലിപ്പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഭർത്താവ് വൈകിട്ട് വരുമ്പോൾ നമുക്കറിയാം, അല്പം കുഴമ്പൊക്കെ തേച്ച് കൊടുത്ത് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ, ശരീരത്തിൽ ഉന്മേഷം വരുത്തുവാൻ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അടുക്കളയിൽ ഭാര്യയാണെങ്കിൽ കരി പിടിച്ച് ഒരു നൈറ്റിയുമായിട്ട് നിൽക്കുകയാണ്. കലങ്ങളും അല്ലെങ്കിൽ അടുപ്പിൽ ഊതി കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു. ചന്ദനക്കുറി, അതായത് അരിമാവ് കൊണ്ട് ചന്ദനക്കുറിയുണ്ട്, അത് മുളക് അരപ്പ് കൊണ്ട് നെറ്റിക്കും ചെള്ളയ്ക്കും ഒക്കെ പൊട്ടുകളുണ്ട്. ആ സമയത്ത് ഒന്ന് ചേർത്ത് വെച്ച് ഇതെന്തു ആടി എന്നൊക്കെ ചോദിച്ചാൽ തലയിലൊക്കെ തലോടി അവരെ ചേർത്ത് നിർത്തി അപ്പോൾ ഒന്ന് സംസാരിക്കുവാനൊക്കെ പറ്റുമെങ്കിൽ കുറേയൊക്കെ ഒരു സന്തോഷമാകും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തി അവരുടെ മൂർത്താവിലൊക്കെ ഒന്ന് ചുംബിച്ച് അവരൊക്കെ തടവൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാകും. അപ്പോൾ ഇതുപോലെ ഈ ഒരു
ശാരീരികമായ ഇതെന്ന് പറയുന്നത് തന്നെ ഒരു അറിവാണ്. നമ്മുടെ വേദപുസ്തകത്തിൽ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും കുലീനമായൊരു വാക്കെന്ന് പറയുന്നത് അറിയുക എന്ന് പറയുന്നത്. അവൻ അവളെ അറിഞ്ഞു, അല്ലെ അവൾ അവനെ അറിഞ്ഞു എന്നാണ് പറയുന്നത്. അറിയുക, അതായത് എപ്പോഴാണ് ഒരാൾക്ക് ഒരു സാമീപ്യം വേണ്ടത്, സാന്നിധ്യം വേണ്ടത്, എപ്പോഴാണ് തൻ്റെ ആശ്വാസം തൻ്റെ പങ്കാളിക്ക് വേണ്ടത് എന്ന അറിവ്, ആ മനസ്സറിവിനെയാണ്, ആ അറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. പരസ്പരം അറിയുക ഏറ്റവും കുലീനമായൊരു വാക്കാണ്. അപ്പോൾ അറിയുക എന്നുള്ളതാണ് ഈ സ്പർശനത്തിലൂടെ അല്ലെങ്കിൽ ദൈവികമായ അനുഭവത്തിലൂടെ യേശുമ്പരം പറയുകയാണ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവൻ, അവരെ തടയരുത്. അവരെ ചേർത്തണയ്ക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അവിടെ ഇതാവും, ശാന്തത വരും. പിന്നെ ഒരു കാര്യം തന്നെ നമ്മുടെ ഉപഹാര ഒരു സംസ്കാരം വേണം. അതും ഈ വേദപുസ്തകം പറയുന്നത് സമ്മാനം മനുഷ്യനെ കുരുടനാക്കുമെന്നാണ് പറയുന്നത്. അതായത് സമ്മാനം കൊടുക്കാൻ, കൈക്കൂലി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. യേശുമ്പരാൻ്റെ അടുത്തൊരു സ്ത്രീ വന്ന് വിലയേറിയ ഒരു സുഗന്ധ ധൂപക്കൂട്ട് കൊണ്ട് വലിയ ഭയങ്കര പൈസ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ മൂല്യം ഈ ഒരു സമ്മാനമായിട്ടല്ല കൊടുക്കുന്നത്, തൻ്റെ ഹൃദയത്തിൽ താൻ സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ ആ മൂല്യമായ ആളിന് കൊടുക്കുന്ന ഒരു ഇതാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ പിറന്നാളിന് സസ്പെൻസായിട്ട് എന്തെങ്കിലും കൊണ്ട് കൊടുക്കുക, സമ്മാനം കൊടുക്കുക, കുഞ്ഞുങ്ങളുടെ പിറന്നാളിന് അവരറിയാതെ ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ വിവാഹ വാർഷികത്തിന് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുക എന്തെങ്കിലും സമ്മാനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം എന്നെ ഇതൊക്കെ അറിഞ്ഞു വെക്കുന്നുണ്ടല്ലോ, എൻ്റെ മനസ്സിൽ ഉണ്ടല്ലോ, കരുതുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാക്കുകയാണ്. അപ്പം ഉപകാരത്തിൻ്റെ എന്തെങ്കിലും ആ ഒരു സമ്മാനം, ആ സമ്മാനം എന്ന് പറയുന്നത് അതല്ല. ഇപ്പോൾ പണ്ടൊക്കെ ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാൽ വരുന്നത്, 2-3 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ 80-ലെ ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഒരു പെട്ടി തുറക്കൽ ചടങ്ങനുണ്ട്. അതായത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പെട്ടി തുറക്കത്തില്ല. കെട്ടിച്ചു വിട്ട പെങ്ങന്മാരും എല്ലാവരും കൂടി വന്ന് 2-3 ദിവസം കഴിഞ്ഞ് പെട്ടി തുറക്കും. ആ പെട്ടി തുറക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ കാണും. അത് വലിയ വില കൂടുതലൊന്നും ആയിരിക്കില്ല. അത് ആ കൊടുക്കുന്ന ആളിൻ്റെ ആ മനസ്സിലുള്ള ആ സ്ഥാനമാണ്, ആ വലിപ്പം അവിടെ കാണിക്കുന്നത്. ആ പ്രായമായ അപ്പന് ഒരു വടിയായിരിക്കും, വോക്കി സ്റ്റിക്കായിരിക്കും, അല്ലെങ്കിൽ അളിയന്മാർക്കൊരു വാച്ചായിരിക്കും, കുഞ്ഞുങ്ങൾക്കൊരു പേന ആയിരിക്കും, ഈ പെങ്ങന്മാരുടെ മക്കൾക്ക് ഒരു പേനയായിരിക്കും, അല്ലെങ്കിൽ ഒരു റിയാലിനും ഒരു ദർഹത്തിനും കിട്ടുന്ന സാധനങ്ങളായിരിക്കാം. പക്ഷെങ്കിൽ അത് വളരെ മൂല്യമാണ് അതിന്. കാരണം നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തോടെ നമ്മുടെ മനസ്സിൽ ചേർത്ത് വെക്കുന്ന കുറേ ആൾക്കാർ കൊടുക്കുന്ന ഒരു ഉപഹാരങ്ങൾ. അപ്പോൾ ഈ ഒരു അനുഭൂതിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ കുടുംബത്തെ നമുക്ക് ഒരു പെന്തിക്കോസ്തയുടെ അനുഭവമാക്കാൻ കഴിയും. ഏറ്റവും അവസാനം എന്ന് പറയുന്നത് കരുതലിൻ്റെ അനുഭവമാണ്. കരുതൽ എന്ന് പറഞ്ഞാൽ രാവിലെ എന്നും കടുങ്കാപ്പി കുടിച്ചിട്ടേ കക്കൂസി പോകുന്ന ഒരാളെന്നെങ്കിൽ പങ്കാളി കിടന്ന് ഉണങ്ങിക്കോട്ടെ, ഇന്ന് ഞാൻ തന്നെ കടുങ്കാപ്പി അനത്തേക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്നവരിപ്പോൾ, അല്ലെങ്കിൽ ഭാര്യ കല്യാണത്തിന് പോകുമ്പം പുതിയൊരു സാരി വേണമെന്ന് ക്ഷണിക്കുക, ഭർത്താവിൻ്റെ കയ്യിലെ പൈസയുടെ കാര്യം അറിയാം, സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയാം, വേണ്ട ഉള്ള സാരി എടുത്തുകൊണ്ട് പോവുക. അതുപോലെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് പിക്നിക്കോ എക്സ്കർഷനോ ഒക്കെ പോകുമ്പോൾ പറയും, അയ്യോ എൻ്റെ അപ്പനും അമ്മയും ഇപ്പം ആ സാധനം വാങ്ങിച്ചോളൂ, പൈസ ടൈറ്റാണ്, നമുക്ക് പോകണ്ട, അടുത്ത പ്രാവശ്യം പോകും. ഇങ്ങനെയൊക്കെയുള്ളൊരു വിട്ടുവീഴ്ചയോടെ ഒരു അനുഭവം വരുമ്പോൾ ആ സാമ്പത്തികമായ കുറേ കാര്യങ്ങളിലൊക്കെ ഉള്ള ആ കെടുകാര്യസ്ഥതയും മാറും. ഈ സാമ്പത്തികമായ കെടുകാര്യസ്ഥതയും വരുമ്പോഴും കടങ്ങളും പ്രയാസങ്ങളൊക്കെ ആകുമ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഒരു കരുതലിൻ്റെ അനുഭവം വരുമ്പോൾ നമുക്ക് ഇതുണ്ടാകും. നമുക്ക് ഏറ്റവും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഒരു സിനിമയിലെ ഒരു ഡയലോഗാണ്. ആദാമിൻ്റെ മകൻ അബു സലീം കുമാറാണ് അഭിനയിച്ച ഒരു അവാർഡ് ഫിലിമാണ്. ആ ഫിലിമിൽ വൃദ്ധരായ 2 പേരാണ്, ഒരു മുസ്ലിം ഫാമിലിയാണ്. അവർക്ക് ഹജ്ജിന് പോകണം. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഹജ്ജിന് പോകണം. അതിനുവേണ്ടി അവരുടെ ജീവിതകാലം മൊത്തം സമ്പാദിച്ച് പൈസ ഇങ്ങനെ ചുരുക്കൂട്ടി വെക്കുകയാണ്. അങ്ങനെ ചുരുക്കൂട്ടി അവർക്ക് ഹജ്ജിന് പോകാൻ 1-2 മാസമേ ഉള്ളൂ. അപ്പോൾ അതിന് ഫ്ലൈറ്റ് കൂലി വേണം. അതിനുവേണ്ടി അവരുടെ അയ്യത്തുള്ള ഒരു വസ്തുവിലുള്ള ഒരു വലിയൊരു മരം കൊടുക്കുകയാണ്. അപ്പോൾ ആ മില്ലുകാരൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ പൈസ കൊണ്ട് ഇവർക്ക് സഫിഷ്യൻ്റ് ആകും. അതായത് 2 പേർക്ക് ഹജ്ജിന് പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ ആ ചാർജ് കിട്ടും. അപ്പോൾ അവർ അത് കൊടുത്തു. മില്ലുകാരൻ പോയി. ഇദ്ദേഹം പൈസ വാങ്ങിക്കാൻ പോകുമ്പോൾ ആ മില്ലുകാരൻ പറയുകയാണ്, മുസ്ലിയാരെ പൈസ കൊണ്ടുപോകൂ, പക്ഷെങ്കിൽ
ഞാൻ ഉദ്ദേശിച്ചത്രയും പൈസയല്ല, പൈസ അതിന് കിട്ടത്തില്ല, അത് പൊള്ളയായിരുന്നു, എനിക്ക് അത് നഷ്ടമാണ്, എങ്കിലും നിങ്ങൾ പൈസ കൊണ്ടുപോകുമെന്ന് പറയാം. പക്ഷേങ്കിൽ ഈ മുസ്ലിയാറിൻ്റെ ഈ ഇദ്ദേഹത്തിൻ്റെ ആ ധാർമ്മികത അനുവദിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഈ വസ്തു, ഈ പൊള്ളയായ ആ തടിക്ക് എത്ര രൂപ കിട്ടുന്നു അത്രയും എനിക്ക് മതി, ബാക്കി അദ്ദേഹം തിരിച്ചു കൊടുക്കുകയാണ്. അത് പറയുന്നുണ്ട്, ഇത്രയും പൈസ ഉള്ളൂ, ആ പൈസയാണ് വാങ്ങിക്കുന്നത്, ബാക്കി പൈസ തിരിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഈ പൈസ കൊണ്ട് 2 പേർക്ക് പോകാൻ പറ്റത്തില്ല ഹജ്ജിന്. അപ്പോൾ ഇതിങ്ങനെ നിരാശനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു, ഇനിയും ഹജ്ജിന് സമയമുണ്ട് പോകാൻ. അപ്പോൾ ഇങ്ങനെ ഒരു രാത്രി കിടക്കുമ്പോൾ ഈ ഭാര്യ ഉമ്മച്ചി പറയുകയാണ്, ഭർത്താവിനോട് പറയുകയാണ്, ഇപ്പോഴായാലും ഒരാൾക്ക് പോകാമല്ലോ, ഒരാൾക്ക് പോകാനുള്ള പൈസ ഉണ്ടല്ലോ, നിങ്ങൾ എത്രയോ നാളുകൊണ്ട് ആഗ്രഹിച്ചാണ്, നിങ്ങൾ പോകണം, തീർച്ചയായിട്ടും പോകണം, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പം അവിടെ ഇങ്ങനെ പറയുമ്പോൾ ആ ഭർത്താവ് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, നമ്മുടെ ഹൃദയസ്പർശിയായ ഒരു മറുപടിയുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ കിനാവ് കൊണ്ട വിശുദ്ധ സ്ഥലങ്ങളിലൊക്കെ, ആ കിനാക്കളിലൊക്കെ നീയും ഉണ്ടായിരുന്നു, നീ ഇല്ലാത്ത ഭൂമി എനിക്ക് ഒരു വിശുദ്ധവുമല്ല, ഒരു വിശുദ്ധ സ്ഥലവുമില്ല, നീ ഇല്ലാത്ത ഭൂമി എനിക്ക് വിശുദ്ധമല്ല. അപ്പം അങ്ങനെ അത്രമാത്രം ഇതായിട്ട് പറയുകയാണ്, ഞാൻ കണ്ട കിനാക്കളിലൊക്കെ, ഞാൻ കണ്ട വിശുദ്ധ നഗരങ്ങളിലൊക്കെ, ആ കിനാക്കളിലൊക്കെ നീയും ഉണ്ടായിരുന്നു, നീ ഇല്ലാത്ത ഒരു ഭൂമി എനിക്ക് എവിടെയും അത് വിശുദ്ധമല്ല. ഇത്ര ഹൃദയസ്പർശിയായ ഒരു കരുതലാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു അനുഭവത്തിൽ ഈ ഒരു കരുതൽ ഉണ്ടാകുമ്പോൾ, പരസ്പരം ചേർത്ത് വെക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ പെന്തിക്കോസ്തിയുടെ അനുഭവം, ഒരുമിപ്പിൻ്റെ അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ഈ പുതിയ വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ബാബേലിൻ്റെ അവസ്ഥയാണെങ്കിൽ അത് പെന്തിക്കോസ്തിയുടെ അനുഭവമാക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ വാക്കുകൾ വചനങ്ങളാകണം. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി അല്പം സമയം ചെലവഴിക്കുവാൻ കഴിയണം. അതുകൊണ്ട് മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ കഴിയണം. ഒരു ദൈവികമായ സ്പർശനത്തിലൂടെ, മറ്റുള്ളവർക്ക് സമയം കണ്ടെത്തലിലൂടെ, ഒരു കരുതലിൻ്റെ അനുഭവത്തിലൂടെ, ഒരു പെന്തിക്കോസ്തിയുടെ അനുഭവമായി നമ്മൾ സ്വർഗീയമായ ഭവനം, പിതാവിൻ്റെ ഭവനം പോലെ നമ്മുടെ കുടുംബത്തെ ആക്കി തീർക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.